ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? അത് സപ്ലിമെൻ്റ് എപ്പോഴാണ് കഴിക്കേണ്ടത്? നമ്മുടെ ഏതൊക്കെ വിറ്റാമിനുകളാണ് നമുക്ക് വേണ്ടിയത്? ഇന്ന് മെയിനായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് നമുക്ക് പ്രായം തോന്നിക്കാനുള്ള കാരണമാകുന്ന കൊളാജിൻ കുറയുമ്പോൾ ഉള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പിന്നെയും വീഡിയോസ് പുതിയത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. മിന്നു എവിടെ പോകണം? അപ്പം നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ വീണ്ടും പുതിയതായിട്ടിടുന്ന വീഡിയോ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അത് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് പ്രായം തോന്നിക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ് നമ്മുടെ കൊളാജിൻ കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് പ്രായം തോന്നിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ കൊളാജിൻ നമ്മുടെ ശരീരത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? സ്കിന്നിന് മാത്രമല്ല, എല്ലാവരും നമുക്ക് സൗന്ദര്യം, സ്കിന്ന്, ഫേസ്, ബ്യൂട്ടി ടിപ്സുകളൊക്കെ പറയുമ്പോൾ ഈ കൊളാജിൻ സ്കിന്നിന് വേണ്ടി ഉള്ള മാത്രം കാര്യങ്ങളെ പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ സ്കിന്നിനെ പോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങളിലെ ഒരു 35% കാര്യങ്ങളുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമുക്ക് കൊളാജിൻ വേണം. അതാണ് മെയിൻ കാര്യം. കൊളാജിൻ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജിൻ. സ്കിന്നിന് മാത്രമല്ല, എവിടെയൊക്കെ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടോ അവിടെ എല്ലാം കൊളാജിൻ വേണം. മനസ്സിലായോ? നെയിൽസ്, ചെവി, മൂക്ക്, നെയിൽസ്, ഫോളിക്കിൾസ്, ജോയിൻസ്, ഹെയർ ഫോളിക്കിൾസ്, ജോയിൻസ്, മസിൽസ്, ലിഗമെൻറ്റ്സ്, അങ്ങനെ എല്ലാത്തിനും നമ്മുടെ ജോയിൻസുകൾക്കൊക്കെ പ്രവർത്തിക്കാൻ കാറ്റിലേജ് വേണം. ഈ കാറ്റിലേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? കൊളാജിൻ വേണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴൽ, നമ്മുടെ ആർട്ടറി, വെയിൻസ്, ഇതിനെല്ലാം ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൊളാജിൻ വേണം. ഇത് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനും കാരണമുണ്ട്. അപ്പോൾ കൊളാജിൻ നമുക്ക് എന്തൊക്കെ ഇതാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നമുക്ക് കൊളാജിൻ കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യുന്നത്, ഫൈൻ ലൈൻസ് വരുന്നു, റിങ്കിൾസ് വരുന്നു, നമുക്ക് പ്രായമായി എന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൊളാജിൻ നമുക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെ നമുക്ക് കൊളാജിൻ നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കാം, നിലനിർത്താം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കൊളാജിൻ നമ്മുടെ ശരീരത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തണം. വൈറ്റമിൻ സി അടങ്ങിയെന്ന് വെച്ചാൽ നെല്ലിക്ക, ഓറഞ്ച്, ബെറീസ്, കിവി, പേരയ്ക്ക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് സീസണബിളായിട്ട് കിട്ടുന്ന അതിന് ഒത്തിരി വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമെന്നില്ല. മാങ്കയുടെ സീസണാകുമ്പോൾ മാങ്കോ കഴിക്കാം, പിന്നെ പേരയ്ക്കയുടെ സീസണാകുമ്പോൾ പേരയ്ക്ക കഴിക്കാം. അങ്ങനെ നമുക്ക് സീസണബിളായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഫുഡിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോപ്പറും സിങ്കും. ഇതെവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഡ്രൈ ഫുഡ്സുകളിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഓരോ സീഡ്സുകളുണ്ട്, വിത്തുകൾ, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, പിന്നെ നമുക്ക് ഈ തവിട് കളയാത്ത ധാന്യങ്ങൾ, പിന്നെ നമ്മുടെ ഈ ധാന്യങ്ങളുണ്ടല്ലോ, അങ്ങനെ വിത്തുകളും ധാന്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടും, ഡ്രൈ ഫുഡ്സുകളിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് പ്രോട്ടീൻ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് മുട്ട, ഇറച്ചി, ചിക്കൻ, മീൻ, അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് നമുക്ക്
കഴിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ റിച്ചായിട്ട് കൊളാജിനുള്ള സാധനമാണ് നമ്മുടെ ആട്ടിൻ സൂപ്പ്. അതായത് ആട്ടിൻ്റെ എല്ലിൻ്റെ അകത്തിരിക്കുന്ന ആ മജ്ജയുണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ് കൊളാജിൻ കൂടാനായിട്ട്. കൊളാജിൻ റിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ആട്ടിൻ സൂപ്പ് നല്ലതാണ് കഴിക്കുന്നത്. പിന്നെ ഇലക്കറികളിൽ കൊണ്ട് 2 കാര്യമുണ്ട്. നമ്മുടെ കൊളാജിനെ നിർമ്മിക്കാനും ഉള്ളതിനെ സംരക്ഷിക്കാനും കൊളാജിനെ സംരക്ഷിക്കാനും നിർമ്മിക്കാനുമുള്ള കഴിവ് ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഈ കൊളാജിൻ കുറഞ്ഞു പോകാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ടെൻഷൻ, സ്ട്രെസ്സ് അതൊന്നും ഇല്ലാത്തവരിപ്പോൾ വളരെ കുറവാണല്ലോ. പിന്നെ നമ്മുടെ പൊല്യൂഷൻ, സ്മോക്കിംഗ്, അപ്പോൾ ജങ്ക് ഫുഡ്സുകൾ കഴിക്കുന്നത്, അതൊക്കെ കൂടുതലാകുമ്പോഴും നമ്മുടെ കൊളാജിൻ നമുക്ക് നഷ്ടപ്പെടും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും ശരിയായ രീതിയിൽ ഒരു മനുഷ്യൻ 7 അല്ലെങ്കിൽ 8 മണിക്കൂർ നല്ലതായിട്ട് ഉറങ്ങുകയും, ഉറക്കം നഷ്ടപ്പെടുത്താതെ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ശരിക്കും ഒരു വ്യക്തി ഉറങ്ങിയിരിക്കുക. പിന്നെ ചെറിയ എക്സസൈസുകൾ, പിന്നെ കൂടുതലും നമ്മൾ സൂര്യപ്രകാശം ഒത്തിരി കൂടുതലായിട്ട് ഏൽക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊളാജിൻ നമ്മുടെ ശരീരത്ത് ആവശ്യത്തിന് ഉണ്ടാകാനുള്ള കാര്യമാണ്. ഏതാണ്? ശരിയായിട്ടൊരു മനുഷ്യൻ 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക, പിന്നെ എക്സസൈസ്, ചെറിയ തോതിലെങ്കിലും എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് കൊളാജിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ പോകാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ആഹാരത്തിലൂടെ, എക്സസൈസിലൂടെ, ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയിപ്പം സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന എപ്പോഴാണ്? നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ സപ്ലിമെൻറ്റ്സ് എപ്പം എടുക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് സന്ധിവേദന, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ കുറവാണെങ്കിൽ ഒരു സപ്ലിമെൻ്റ് എടുക്കണം. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി വൈറ്റമിൻ സി കുറവാണെങ്കിൽ കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്കിതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സിന് പോലും സൈഡ് എഫക്റ്റ്സ് ഉണ്ട്. നമ്മൾ കുറേ വിറ്റാമിൻ ഗുളികയാണെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് എടുത്ത് എപ്പോഴും കഴിക്കുന്നത് ശരിയല്ല. സപ്ലിമെൻറ്റ്സിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വൈറ്റമിൻ എ കൂടുതലായിട്ട് കഴിക്കുമ്പം നമ്മുടെ ലിവറിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ കാൽസ്യം ഗുളിക സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് കഴിച്ചാൽ നമ്മുടെ ഹാർട്ടിന് പ്രോബ്ലംസ് വരും. ഇങ്ങനെ കുറേ പ്ലസ്സും മൈനസും ഉണ്ട്. നമുക്ക് എന്താണോ വേണ്ടിയത്, നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ നമുക്ക് എന്താണോ വേണ്ടിയെന്നുള്ളത് നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ചെയ്യുക. കൂടുതലും ഇപ്പം കുറേ മാർക്കറ്റിൽ കുറേ കൊളാജിൻ പൗഡർ ആണെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും ഗുളിക രൂപത്തിലും ജ്യൂസ് രൂപത്തിൽ പൗഡർ രൂപത്തിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണോ കുറവെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചെറുപ്പം നിലനിർത്താൻ സപ്ലിമെൻറ്റ് വേണയോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ തിരിയണം. നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഫുഡിലൂടെയൊക്കെ കിട്ടുന്നത് കഴിവതും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് അതിനെ നമ്മുടെ അതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തി എക്സസൈസും ചെയ്ത് നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സപ്ലിമെൻറ്റ്സിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഇനി പുതിയൊരു സബ്ജക്റ്റും പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.